ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിൽ സാധാരണ നമ്മുടെ PSC ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ള കുറച്ച് സംയുക്തങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതാ നോക്കി, എന്താണ് സംയുക്തങ്ങൾ? വ്യത്യസ്ത തരം ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. വ്യത്യസ്ത തരം ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സംയുക്തമാണ് ഏത്? ജലം. ഹൈഡ്രജനും ഓക്സിജനും 2:1 H2O അല്ലേ, അപ്പോൾ 2:1 എന്ന അനുപാതത്തിൽ കൂടിച്ചേർന്നാണ് ജലം ഉണ്ടാകുന്നത്. ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ചത്. ഇനി സോഡ ആഷ് എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? സോഡിയം കാർബണേറ്റ് ആണ്. സോഡ ആഷ് എന്നറിയപ്പെടുന്ന സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. നമുക്കറിയാവുന്നതാണ്, സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തം ഏതാണ്? അത് മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. ആദ്യത്തേത് സോഡിയം ക്ലോറൈഡ്, രണ്ടാമത്തേത് മഗ്നീഷ്യം ക്ലോറൈഡ്. സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സംയുക്തമാണ് ഏത്? സോഡിയം ക്ലോറൈഡ്. സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സംയുക്തം ഏതാണ്? സോഡിയം ക്ലോറൈഡ്. 1 കിലോഗ്രാം സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡിന്റെ അളവ് 35 ഗ്രാം ആണ്. 1 കിലോഗ്രാം സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡിന്റെ അളവ് എത്രയാണ്? 35 ഗ്രാം. ആമാശയത്തിലെ അമ്ലത്വം ഇല്ലാതാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? ആമാശയത്തിൽ അമ്ലത്വം ഇല്ലാതാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ ആമാശയത്തിലെ അമ്ലത്വം ഇല്ലാതാക്കാനും അഗ്നിശമനികളിലും ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ്. സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം തയോസൾഫേറ്റ്. സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഏതാണ്? സോഡിയം തയോസൾഫേറ്റ്. അതിനാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്ന സംയുക്തമാണ് ഏത്? സോഡിയം തയോസൾഫേറ്റ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സർ ആയിട്ട് ഉപയോഗിക്കുന്നതും ഏതാണ്? സോഡിയം തയോസൾഫേറ്റ് ആണ്. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സർ ആയിട്ട് ഉപയോഗിക്കുന്ന സോഡിയം തയോസൾഫേറ്റ് ആണ്. സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സോഡിയം തയോസൾഫേറ്റ് ആണ്. ഹൈപ്പോ എന്നറിയപ്പെടുന്നതും ഏതാണ്? സോഡിയം തയോസൾഫേറ്റ് ആണ്. അതുപോലെ തന്നെ ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? സോഡിയം തയോസൾഫേറ്റ് ആണ്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സംയുക്തമാണ് സിൽവർ ബ്രോമൈഡ്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? സിൽവർ ബ്രോമൈഡ്. രാസവളമായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം നൈട്രേറ്റ്. രാസവളമായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം നൈട്രേറ്റ്. സോഡിയം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസപദാർത്ഥമാണ് സോഡിയം പെറോക്സൈഡ്. സോഡിയം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോഴാണ് സോഡിയം പെറോക്സൈഡ് ഉണ്ടാകുന്നത്. കമ്പിളി വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം പെറോക്സൈഡ്. കമ്പിളി വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? സോഡിയം പെറോക്സൈഡ്. അടുത്തത്, അന്തർവാഹിനികളിലും കൃത്രിമ ശ്വസന ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം പെറോക്സൈഡ് ആണ്. അപ്പൊ സോഡിയം പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ സോഡിയം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസപദാർത്ഥമാണ് സോഡിയം പെറോക്സൈഡ്. കമ്പിളി വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സോഡിയം പെറോക്സൈഡ്. അന്തർവാഹിനികളിലും കൃത്രിമ ശ്വസന ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം പെറോക്സൈഡ്. ധാന്യങ്ങൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? നേരത്തെ പറഞ്ഞതാണ് സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ്. മയക്കുമരുന്നിനായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? മയക്കുമരുന്നിനായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ബ്രോമൈഡ്. ബദാമിന്റെ മണമുള്ള വിഷവസ്തു ഏതാണ്? അത് പൊട്ടാസ്യം സയനൈഡ് ആണ്. ബദാമിന്റെ മണമുള്ള വിഷവസ്തുവാണ് പൊട്ടാസ്യം സയനൈഡ്. ആണവ ദുരന്ത ബാധിതർക്ക് ഉടനെ നൽകുന്ന ഔഷധത്തിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് പൊട്ടാസ്യം അയോഡൈഡ്. ആണവ ദുരന്ത ബാധിതർക്ക് ഉടനെ നൽകുന്ന ഔഷധത്തിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം പൊട്ടാസ്യം അയോഡൈഡ്. ആൽക്കലൈൻ ബാക്ടീരിയകളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആൽക്കലൈൻ ബാക്ടീരിയകളിൽ ഉപയോഗിക്കുന്ന സംയുക്തമാണ് പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്.
ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. എല്ലുകളിൽ കാണപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. എല്ലുകളിൽ കാണപ്പെടുന്നതാണ് ഏത്? കാൽസ്യം ഫോസ്ഫേറ്റ്. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ജിപ്സം. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ജിപ്സം. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന സംയുക്തമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന സംയുക്തമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്രതിമകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്രതിമകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പവിഴപ്പുറ്റുകൾ, ചുണ്ണാമ്പുകല്ല്, മാർബിൾ എന്നിവ നിർമ്മിക്കപ്പെട്ടിരുന്ന സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. പവിഴപ്പുറ്റുകൾ, ചുണ്ണാമ്പുകല്ല്, മാർബിൾ എന്നിവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. ടൂത്ത് പേസ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. ടൂത്ത് പേസ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബണേറ്റ്. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബൈഡ് ആണ്. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബൈഡ്. സൗന്ദര്യ വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ്. ചൈനീസ് വൈറ്റ് എന്നറിയപ്പെടുന്ന സിങ്ക് സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ്. ചൈനീസ് വൈറ്റ് എന്നറിയപ്പെടുന്ന സിങ്ക് സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ്. കൃത്രിമ മഴ പെയ്യിക്കാൻ മേഘങ്ങളിൽ വിതറുന്ന രാസപദാർത്ഥമാണ് സിൽവർ അയോഡൈഡ്. കൃത്രിമ മഴ പെയ്യിക്കാൻ മേഘങ്ങളിൽ വിതറുന്ന രാസപദാർത്ഥമാണ് സിൽവർ അയോഡൈഡ്. കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന അലൂമിനിയം സംയുക്തം. കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന അലൂമിനിയം സംയുക്തം ഏതാണ്? അത് അലൂമിനിയം സിലിക്കേറ്റ് ആണ്. അലൂമിനിയം സിലിക്കേറ്റ്. കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? അലൂമിനിയം സിലിക്കേറ്റ്. കൃത്രിമമായി നിർമ്മിക്കുന്ന അലൂമിനിയം ഓക്സൈഡ് ആണ് അലൻഡം. കൃത്രിമമായി നിർമ്മിക്കുന്ന അലൂമിനിയം ഓക്സൈഡ് അലൻഡം. ചുവപ്പ് ലെഡ് എന്നറിയപ്പെടുന്നത് ഡാഷ് ആണ്. ട്രൈ പ്ലംബിക് ടെട്രോക്സൈഡ്. ചുവപ്പ് ലെഡ് എന്നറിയപ്പെടുന്നത് ട്രൈ പ്ലംബിക് ടെട്രോക്സൈഡ്. വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥമാണ് അലൂമിനിയം ഓക്സൈഡ് അല്ലെങ്കിൽ കൊറൻഡം. വജ്രം കഴിഞ്ഞാൽ കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥമാണ് അലൂമിനിയം ഓക്സൈഡ് അഥവാ കൊറൻഡം. ഔഷധമായി ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തമാണ് അയഡോഫോം. ഔഷധമായി ഉപയോഗിക്കുന്നതാണ് അയഡോഫോം. ഔഷധമായി ഉപയോഗിക്കുന്നത് അയഡോഫോം. ചെമ്പ് പാത്രങ്ങളുടെ അടിഭാഗത്ത് കാണപ്പെടുന്ന കറുത്ത നിറമുള്ള പദാർത്ഥമാണ് കോപ്പർ ഓക്സൈഡ്. ചെമ്പ് പാത്രങ്ങളുടെ അടിഭാഗത്ത് കാണപ്പെടുന്ന കറുത്ത നിറമുള്ള പദാർത്ഥമാണ് കോപ്പർ ഓക്സൈഡ്. അലക്ക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ബാത്ത് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബാത്ത് സോപ്പ് നിർമ്മാണത്തിന് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അലക്ക് സോപ്പ് നിർമ്മാണത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡും ആണ് ഉപയോഗിക്കുന്നത്. കക്ക, ചിപ്പി എന്നിവ ചൂടാക്കിയാൽ ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നീറ്റുകക്ക. കക്കയും ചിപ്പിയും ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് നീറ്റുകക്ക. കക്ക, ചിപ്പി എന്നിവ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കക്ക, ചിപ്പി എന്നിവ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നീറ്റുകക്ക രാസപരമായി അറിയപ്പെടുന്നതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നീറ്റുകക്ക അറിയപ്പെടുന്നതാണ് കാൽസ്യം ഓക്സൈഡ്. നീറ്റുകക്ക രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ്. സാധാരണ സിമന്റുകളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം ഓക്സൈഡ്. വാതകങ്ങളുടെ ഡീഹൈഡ്രേഷൻ ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. വാതകങ്ങളുടെ ഡീഹൈഡ്രേഷൻ ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. നീറ്റുകക്ക എന്ന് പറയുന്നത് രാസപരമായിട്ട് കാൽസ്യം ഓക്സൈഡ് ആണ്. സിമന്റിൽ ഏറ്റവും കൂടുതലുള്ളതും കാൽസ്യം ഓക്സൈഡ് ആണ്. നീറ്റുകക്കയിൽ ജലം ചേർക്കുന്ന പ്രക്രിയയാണ് സ്ലേക്കിംഗ്. നീറ്റുകക്കയിൽ ജലം ചേർക്കുന്ന പ്രക്രിയയാണ് സ്ലേക്കിംഗ്. അടുത്തത് കുമ്മായക്കൂട്ട്. കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡും കുമ്മായക്കൂട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡുമാണ്. നീറ്റുകക്കയിൽ ജലം ചേർക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നത്. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? കുമ്മായമാണ് അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നറിയപ്പെടുന്ന ഏതാണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഫർണസുകളുടെ ഉൾഭാഗം പൊതിയാൻ ഉപയോഗിക്കുന്നതാണ് മഗ്നീഷ്യം ഓക്സൈഡ്. ഫർണസുകളുടെ ഉൾഭാഗം പൊതിയാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം മഗ്നീഷ്യം ഓക്സൈഡ്. കൃത്രിമ കല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം മഗ്നീഷ്യം സിമന്റ്. കൃത്രിമ കല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം മഗ്നീഷ്യം സിമന്റ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള സംയുക്തങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് പോവുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.